ഒന്ന് പറ ആരാ? വന്നോ? ഹെബി വരുമ്പോ സർപ്രൈസ് തരാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നതിന്റെയാ ഈ കാണുന്നത്. ഇയാളെന്താ ഇങ്ങനെ? മേഴ്സിമ എവിടെ? മേഴ്സിമ എവിടെ? മേഴ്സിമ Oh God! അവനാണ് സാറേ. വണ്ടിയിലോട്ട് കയറ്. എനിക്കൊന്നും അറിയില്ല. നിന്നെ സാറ് വിളിക്കണു. എണീറ്റ് വാ. സർ, എബി അവനൊരു പാവാണ് സർ. അവൻ പാവാണെന്ന് നിങ്ങൾ പറഞ്ഞ പോരല്ലോ. അത് ഞങ്ങൾ കൂടി ബോധ്യമുണ്ടേ. അതിനല്ലേ ഞങ്ങൾ അവനവിടെ കൊണ്ടുവന്നേ. എന്താ കാര്യമെന്ന് ചോദിച്ചറിയട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്തേ സർ? മിസ്റ്റർ സൈമൺ ഇപ്പൊ പൊക്കോളൂ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം. പോരെ? മിസ്റ്റർ സൈമൺ. എബി, നടന്ന എന്താണെന്ന് പറയാത്തോണ്ട് ഒന്ന് പൊട്ടിക്കേണ്ടി വന്നു സാർ. പൊട്ടിക്കാൻ എന്താടോ പടക്കോ? പോ. അനിയ, എന്താ അനിയ സംഭവിച്ചത്? ഉള്ളത് പറ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. അനിയൻ കാര്യം പറഞ്ഞാലല്ലേ അത് എനിക്ക് കൂടി മനസ്സിലാവുള്ളൂ. ശരി, ക്രിസ്മസിന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത് എപ്പോഴാണെന്നാ പറഞ്ഞേ? ലാസ്റ്റ് ബോട്ടിന്. എന്തിന്? നാട്ടിൽ അനിയൻ ആരൊക്കെയുണ്ട്? പപ്പ മാത്രമേ ഉള്ളൂ. പപ്പയുടെ കൂടെ നിൽക്കാതെ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് തിടുക്കപ്പെട്ട് വരാനുള്ള കാരണം? അത് ഞാൻ പറ അനിയ. വരാൻ പറഞ്ഞിരുന്നു. ആര്? മസീമ.
മേഴ്സിമ എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാ നീ റേപ്പ് ചെയ്ത് കൊല്ലാൻ തോന്നിയത്? കഷ്ടം. ഞാൻ ചെയ്തിട്ടില്ല സാർ, ഞാൻ ചെയ്യില്ല സാർ. മേഴ്സിയമ്മ എൻ്റെ അമ്മ തന്നെയായിരുന്നു സാർ, ഞാനല്ല സാർ, ഞാനല്ല സാർ. ഇതാ തന്നെയെന്ന് നമ്മ ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഡോണയും കണ്ടു. അവനാരാ മോൻ വന്ന അന്ന് എന്റെ വീട്ടിൽ വന്ന് ഡോണയെ ട്രാക്കിലാക്കാൻ ട്രൈ ചെയ്തവനാ. ഇതൊന്നും അല്ലാന്നേ. ആന്റി വേണോ ഏഞ്ചൽ വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ചുള്ളണെന്നാ കേട്ടെ. ഭാഗ്യവാൻ. എനിക്ക് പാലസ് പോയിട്ട് ഒന്ന് സായിപ്പിനെ കാണാം. എന്നിട്ട് പറയടാ. അത് നമ്മ പറഞ്ഞല്ലോ സാറേ, ആ ചെക്കനാണ് ശരിയല്ല. കേട്ടോ സാറേ, മുമ്പൊരിക്കല് ആ ചത്തുപോയ പെണ്ണുണ്ടല്ല മേഴ്സി, അവളെയും ബൈക്കിലെടുത്ത് ഈ ചെക്കൻ എറണാകുളത്തോ മറ്റോ എന്തോ ഇടപാടിന് പോയച്ചും വരുമ്പോ നമ്മ ഒന്ന് ചോദിച്ചു പോയി. വേണ്ടേ സാറേ? നമ്മ അയൽവക്കത്ത് ജീവിക്കണവരല്ലേ. നമ്മ ഒന്ന് ചോദിച്ചതും ഈ ചെക്കൻ നമ്മുടെ പക്കട്ട് കയറി. ഓ, എന്തൊരടിയാ ദുഷ്ടൻ അടിച്ചേന്നാ. നാളൂറായി അവിടെ എന്തോ ഇടപാട് നടക്കണ്ട നമ്മ അറിയണുണ്ട്. ചോദിക്കാനും പറയാനും നിന്നാ നമ്മ കുറ്റക്കാരാവും സാറേ. എന്തിനാ വെറുതെ ഇടങ്ങേറുണ്ടാക്കണ? മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ സാറേ? പിന്നെ പിന്നെ അപ്പോ എബി റോസ് വില്ലയിലേക്ക് കയറി പോകുന്നത് കണ്ടത് എത്ര മണിക്കെന്നാ നീ പറഞ്ഞ? 8 മണിക്ക്. നീ ഓടി ചോദിച്ചത് കേട്ടില്ലേ? 9:30. എടി, ഇവളെന്താടാ കള്ളം പറയുന്നേ? നീ പറയുന്നു 8 മണി, ഇവൾക്ക് 9:30. ഇനിയിപ്പോ നീയാണോ കള്ളം പറയുന്നേ? ഏതാ ശരി? അത് പിന്നെ 8 കഴിഞ്ഞാ 8:30 അല്ലേ? 8:30 കഴിഞ്ഞാ 9, 9 കഴിഞ്ഞാ പിന്നെ 9:30 പിന്നെ അത് കഴിഞ്ഞ പിന്നെ 10 ആവും, 10:30 ആവും. അപ്പോ 8 മണിക്ക് നീ ആരെ റോസ്വില്ലേ കണ്ടിട്ടുണ്ടല്ലോ, അതാരാ? സത്യമായിട്ട് നമ്മ ആരും കണ്ടിട്ടില്ല. പെട്ടു നിന്നിട്ട് അവനെ കൊണച്ച കോലുകളി. സത്യം പറഞ്ഞ മോങ്ങരുത്. സത്യം പറഞ്ഞോ, ഇല്ലെങ്കിലേ ചവിട്ടിത്തെ ചുമരിൽ പടം പറിക്കുന്നുണ്ട്. മാമാപ്പണി ചെയ്ത് ഇത് മാന്യമായി ജീവിക്കുന്ന പെമ്പിടയുടെ കുടുംബത്തിക്കാര് കളിച്ചു തുടങ്ങിയാടാ നായേ. റോസ്വില്ല കയറിയതേ ആരാണെന്ന് ഡോണ പറഞ്ഞു. അവന്റെ ജാതകം ഞാൻ എഴുതിക്കോളാം, ഹെൻറിയുടെ. നിർത്ത.